Okay, good morning all of you. Mark your attendance. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത അതായത് ഒക്ടോബർ ഫസ്റ്റ് വീക്കില് സെക്കൻഡ് സെമസ്റ്റർ ആദ്യത്തെ സെമസ്റ്റർ എക്സാം ആണ്. ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആണ്. അത് റിട്ടൺ എക്സാം ആണ് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ ടെക്സ്റ്റ് പോലെ അല്ല, എഴുതി തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങള് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പം എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ചിഹ്നങ്ങളൊന്നും തെറ്റിക്കാതെ നല്ല നീറ്റിൽ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് റിട്ടൺ എക്സാം ആണ്, ഗൂഗിൾ ഫോമിലല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പുതിയ ലെസൺ ആണ്. എന്താണ് പാഠത്തിന്റെ പേരെന്താണ്? നേതാജി. ലെസൺ നെയിം നേതാജി. ഓക്കെ, നേതാജി. ആറാമത്തെ ലെസൺ നേതാജി. ആരാണ് ഈ നേതാജി? നേതാജി ആരാ? നേതാജിയുടെ ഫുൾ നെയിം എന്താ? എന്താണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? നേതാജിയുടെ ഫുൾ നെയിം എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സില്, അതായത് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആരെയാ പഠിച്ചത്? ഇതേപോലെ ഒരു ധീരദേശാഭിമാനിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരാണ്? നോക്കട്ടെ, ആരോടാ ചോദിക്കണ്ടേ? ആരാ അനിഹ? ജവഹർലാൽ നെഹ്റു. വെരി ഗുഡ്. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാച്ചാ നെഹ്റുവിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ് ഈ തേർഡ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അങ്ങനെ അനേകായിരം ധീരദേശാഭിമാനികളുടെ പ്രയത്നഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അല്ലേ? ആരൊക്കെ? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, പിന്നെ ആരാ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ ആരാണ്? ചന്ദ്രശേഖർ ആസാദ്, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. ഇങ്ങനെ അനേകം ധീരദേശാഭിമാനികളുടെ പ്രയത്നഫലമായി, അഹോരാത്രമുള്ള പ്രയത്നഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അല്ലേ? ഓക്കെ, പിന്നെന്താ? അപ്പൊ അങ്ങനെയുള്ള ധീരദേശാഭിമാനിയായ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ പാഠത്തില് അല്ലേ? നേതാജി. നേതാജി എന്ന് ആരാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? അറിയോ മക്കൾക്ക്? അൻവി, വെരി ഗുഡ്. ഗാന്ധിജിയാണല്ലേ നേതാജി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി അല്ലെ? പിന്നെന്താണ്? INA സ്ഥാപകൻ എന്നാണ് ആരെ? സുഭാഷ് ചന്ദ്രബോസിനെ അറിയപ്പെടുന്നത് അല്ലെ? INA അറിയോ നിങ്ങൾക്ക്? ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ? അദ്ദേഹത്തിന്റെ സ്ഥാപകനായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ അറിയപ്പെടുന്നത് അല്ലെ? ഓക്കെ, പിന്നെന്താണ്? അടുത്ത എന്താ നിങ്ങൾക്ക് വേറെ എന്തറിയാം സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി? ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം 1920 അദ്ദേഹം പാസ്സായി അല്ലെ? പിന്നെ 1938 എന്തിനാണെന്നറിയോ ഗാന്ധിജി അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്? 1938 കേവലം 41ാമത്തെ വയസ്സില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തു അല്ലേ അദ്ദേഹം? അതുകൊണ്ടാണ് എന്ത് നേതാജി. അപ്പോഴാണ് ഗാന്ധിജി നേതാജി എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്തത്. ഓക്കെ, അപ്പൊ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെയുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ് നമുക്ക് ഈ പാഠത്തില് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെന്താണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ? സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാത്തത്. സ്വാതന്ത്ര്യം നമുക്ക് ഉള്ളത് കൊണ്ട് അല്ലെ? സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില നല്ലതുപോലെ അറിയും. കണ്ണുണ്ടെങ്കിൽ കണ്ണിന്റെ വെളി അറിയില്ല എന്ന് പറയുന്ന കേൾക്കുന്നില്ലേ അല്ലെ? കണ്ണില്ലാത്തവന്, അതായത് അന്ധനായ ഒരു മനുഷ്യന് മാത്രമേ അതിന്റെ വില അറിയാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ? എന്നാൽ തന്നെ കൊറോണ വന്ന് നമുക്ക് കുറച്ച് നാള് കൂട്ടിലടക്കപ്പെട്ട പോലെ ആയപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു നമ്മൾ അല്ലെ? പക്ഷെ ഇന്ന് നമ്മൾ അതിനോട് യോജിച്ചു. അപ്പോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് കേട്ടോ.
അപ്പൊ ഇന്ന് നമുക്കത് ഉള്ളത് കൊണ്ടാണ് നമുക്കതിന്റെ വില അറിയാത്തത്. അപ്പൊ നമുക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി നോക്കാം, എന്താണ് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്നറിയോ, നേതാജിയുടെ ജന്മദിനത്തിൽ നടത്തുന്ന ഒരു പ്രസംഗ രൂപത്തിലാണ് ഈ പാഠം നമുക്ക് പറയുന്നത്. ഈ പാഠത്തിൽ പറയുന്നത് അല്ലെ, നേതാജിയുടെ ജന്മദിനത്തിൽ ഒരു പ്രസംഗ രൂപത്തിൽ പറയുന്നതായിട്ടാണ് ഇവിടെ ഈ പാഠം നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അല്ലെ. നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്നറിയേണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. പേജ് നമ്പർ 27 ആണ്. 27. ഓക്കെ, ഹിബ കണ്ടോ? യെസ്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാനബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? ജയ് ഹിന്ദ്. ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. ഓക്കെ, നേതാജിനെ പറ്റി മനസ്സിലായോ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? നേതാജിയുടെ ജന്മദിനത്തിൽ നടന്ന ഒരു പ്രസംഗ രൂപത്തിലാണ് ഈ കഥ അല്ലെ, ഈ പാഠഭാഗം ഉള്ളത്. ഓക്കെ, എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലെ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്ത് പറയും? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലെങ്കിൽ സദസ്സിലിരിക്കുന്ന മാന്യരെ, അങ്ങനെയൊക്കെ പറയൂ അല്ലെ. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന് അല്ലെ. ആരുടേതാ? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. ഒന്നുകൂടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നമ്മൾ കുറച്ച് വലിയ വലിയ പാഠത്തിലേക്ക് പോവണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അതാരാണെന്നറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണ് അല്ലെ പ്രാസംഗികൻ പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ആരായിരുന്നു നേതാജി? ആരായിരുന്നു നേതാജി അല്ലെ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആരായിരുന്നു? അതാണ് അടുത്ത ഇതിൽ പറയുന്നത്. എന്ത്? അടുത്ത സെന്റൻസ് അതാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി അല്ലേ. ആരായിരുന്നു? അപ്പൊ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ഓക്കെ,
അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തോ. എന്താണ്? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശ സ്നേഹി. ഓക്കെ, നെക്സ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. എന്താണ് പറയുന്നത് നോക്കിയേ. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എവിടെ ജനിച്ചു? എന്ന് ജനിച്ചു? എന്ന് എവിടെ ജനിച്ചു എന്ന ചോദ്യത്തിന്, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് എവിടെ ജനിച്ചു എന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് എന്ത്? 1887. അണ്ടർലൈൻ ചെയ്യണേ. 1887 ജനുവരി 23 ഒറീസയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ ആരൊക്കെയായിരുന്നു അല്ലെ? ആരൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനമ്മമാർ. ആരൊക്കെയായിരുന്നു? ജാനകിനാഥ ബോസ്, പ്രഭാവതി അല്ലെ? എന്തൊക്കെയാണ്? അച്ഛന്റെ പേര് ജാനകിനാഥ ബോസ്, നെക്സ്റ്റ് പ്രഭാവതി അമ്മയുടെ പേര് അല്ലെ, എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അല്ലെ, അച്ഛനമ്മമാർ. ഓക്കെ, അത്ര വരെ ക്ലിയർ ആണോ? ഒന്നുകൂടി വായിക്കാം മിസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ. ഓക്കെ, അത്ര വരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ മക്കളെ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി അല്ലെ? എവിടെയൊക്കെയായിരുന്നു വിദ്യാഭ്യാസം? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി അല്ലെ? എന്താണ് ICS? ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെ? ഇന്ത്യൻ സിവിൽ സർവീസ്, അതാണ് ICS അല്ലെ? ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു അല്ലെ? ആർക്കും അത്ര ധൈര്യം ഉണ്ടാവില്ല ബ്രിട്ടീഷുകാരോട് അല്ലെ തർക്കിക്കാൻ. പക്ഷെ അദ്ദേഹം ധൈര്യപൂർവ്വം അറിയിച്ചു എന്ത്? അദ്ദേഹത്തിന്റെ അവരുടെ അടിമയായിട്ട് അവിടെ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്ന് അല്ലെ? അത്രയാണ് ആ പാരഗ്രാഫ് പറഞ്ഞത്. ഇതൊക്കെയായിരുന്നു. എവിടെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, എന്താണ് അദ്ദേഹം പാസ്സായത്, പിന്നെ ആ കിട്ടിയ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു അല്ലെ? ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. ICS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം അല്ലെ? ICS. ഓക്കെ, അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത് നോക്കിയേ. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അപ്പൊ നേതാജിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ആരെ? ഇന്ത്യയെ മോചിപ്പിക്കുക അല്ലെ? ബ്രിട്ടീഷ്, അതാണ് അടുത്ത ചോദ്യം അല്ലെ? ചോദ്യത്തിന് ആൻസർ വരുക. ഇനി എന്താണ്? എന്തായിരുന്നു നേതാജിയുടെ ലക്ഷ്യം? ലക്ഷ്യം എന്തായിരുന്നു? അണ്ടർലൈൻ ചെയ്തോ. എന്താണ്? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? മുഹമ്മദ് റാസി അണ്ടർലൈൻ ചെയ്തോ? അടിയിൽ വരിയിട്ടോ അതിന്റെ? റാസി. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതുവരെ വരിയിടുക. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി അല്ലെ?
സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. അല്ലെ? അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ്? ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. തട്ടിയുണർത്തി പറഞ്ഞാൽ എന്താ? അവർക്ക് അപ്പോഴാണ് ബോധം ഉണ്ടായത് അല്ലേ? നമ്മൾ ഉറക്കത്തിന് എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേക്കില്ല അതുപോലെ. അപ്പൊ അങ്ങനെ അവർക്ക് അഭിമാന ബോധം ഉണ്ടായി അല്ലെ? ഇനിയെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണം എന്ന ഒരു ബോധം ഉണ്ടായി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആരെ? സുഭാഷ് ചന്ദ്രബോസിനെ ജയിലിലടച്ചു. അല്ലെ? ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി മിസ് വായിക്കാം. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അപ്പൊ നേതാജിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് ആരായിരുന്നു നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. എന്താ ചെയ്ത അദ്ദേഹം? ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി അല്ലെ? അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ? അവരെ എന്ത് ചെയ്തു? സംഘടിപ്പിച്ച അദ്ദേഹം ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതാണ് പിന്നീട് എന്തായി അറിയപ്പെട്ടത്? അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്യണേ. അതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. ഓക്കെ. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്തു? ആദ്യം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം വീട്ടുതടങ്കലിലായി. അവിടെ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ സംഘടിപ്പിച്ച അദ്ദേഹം ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന ഒരു സംഘടന ഉണ്ടാക്കി അല്ലെ? ആ ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി രൂപീകരിച്ചത് അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? എന്താണ് നമ്മൾ അസംബ്ലി കഴിഞ്ഞിട്ട് ഒരു മുദ്രാവാക്യം മുഴക്കുക? നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ? എന്താണത്? ഹന്ന റോസ് ജയ് ഹിന്ദ് അല്ലേ? അല്ല, ഹന്ന വർഗീസ് പറയാണ് എന്ത്? ജയ് ഹിന്ദ്. അത് തന്നെ, ജയ് ഹിന്ദ്. അത് ആരുടെ മുദ്രാവാക്യ? ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഏത് മുദ്രാവാക്യം? ഡൊമിനിക്ക്? ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഓക്കെ. ഇനി എന്താ പറയുന്നത്? ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. എപ്പോഴാ അദ്ദേഹം മരിച്ചത്? 1945 ഓഗസ്റ്റ് 18. 1945 ഓഗസ്റ്റ് 18 ആര്? സുഭാഷ് ചന്ദ്രബോസ് മരണമടഞ്ഞത്. ഓക്കെ. ഇതൊക്കെ നിങ്ങളെ ഓർമ്മിച്ചു വെക്കണം. ജനനം, മരണം, അദ്ദേഹം എവിടെ ജനിച്ചു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു, അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു, പിന്നെ ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഒരുപാട് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പഠിച്ചോ?
അപ്പൊ ഇനി സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു എന്ന് ചോദിച്ചാല് നമ്മൾ എവിടെ അറിയേയില്ല എന്ന് പറയരുത് കേട്ടോ. അദ്ദേഹം നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു ധീരദേശാഭിമാനിയാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തെ നമ്മള് ഓർത്തു വെക്കണം. ഗാന്ധിജി, ചാച്ചാ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ കുറെ പേരുണ്ട്. അവരെയൊക്കെ നമ്മള് എന്താണ് ഓർത്തു വെക്കണം. ഓക്കെ. പിന്നെന്താ പറഞ്ഞ, അപ്പൊ അദ്ദേഹം മരണമടഞ്ഞത് 1945 ഓഗസ്റ്റ് 18 അല്ലെ, വിമാനം തകർന്ന് മരണമടഞ്ഞു. ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല അല്ലെ. അവർക്ക് പകരം വെക്കാവുന്ന മറ്റൊരാളില്ല എന്ന് പറയുമ്പോ എന്താ അതിനർത്ഥം? അത്രക്ക് നല്ല ആളായിരുന്നു അല്ലെ. അത്രക്ക് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. എന്താണ് മുദ്രാവാക്യം? ജയ് ഹിന്ദ് അല്ലെ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ഓക്കെ. അപ്പൊ ഇത്രയാണ് പറഞ്ഞത് അല്ലെ ആ ഒരു പാഠത്തില്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അല്ലെ, ഇനി മറന്നു പോവുമല്ലോ എല്ലാ കാര്യവും. എന്തൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. എന്ത്? ആരാ? ഗാന്ധിജി അല്ലെ. ഗാന്ധിജിയാണ് നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് എന്താണ്? ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്? ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്? മിസ് അത് പറഞ്ഞിട്ടുണ്ട്, അത് ഇല്ല, നമ്മളെ ക്വസ്റ്റ്യനിലില്ല. ആരായിരുന്നു? ഫസ്റ്റിൽ പറയുന്നുണ്ട് എന്ത്? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? നേതാജി ധീരതയോടെ അറിയിച്ചത് എന്ത്? എന്താണ്? എന്താ അറിയിച്ചിനെ? മറന്നുപോയോ? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടിയല്ലേ, പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ തയ്യാറല്ലെന്ന്, താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു അല്ലെ. അതല്ലേ ആ ക്വസ്റ്റ്യന്റെ ആൻസർ. എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹം ധീരതയോടെ അറിയിച്ചത് അല്ലേ. പിന്നെന്താ പറയുന്നത് അടുത്തത്? അടുത്തെന്താ? നേതാജിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തായിരുന്നു നേതാജിയുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? അടുത്ത ചോദ്യം എന്താ നോക്കി നമുക്ക് തന്നത്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ആരായിരുന്നു? ഗാന്ധിജി അല്ലെ. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു. ഓക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ജർമ്മനിയിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്നവരെ സംഘടിപ്പിച്ച് നേതാജി രൂപീകരിച്ച സംഘടന ഏതാണ്? ആസാദ് ഹിന്ദുസ്ഥാൻ അല്ലെ. ഓക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? അടുത്ത ചോദ്യം. നേതാജി മുഴക്കിയ മുദ്രാവാക്യം എന്ത്? ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ക്രിസ്റ്റി ലിബിൻ, ഹന്ന വർഗീസ്, മുഹമ്മദ് ഷക്സാദ്, ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ. അപ്പൊ പാഠം 6 എന്താണ് പേര്? നേതാജി അല്ലെ. നേതാജി. ആർക്ക് വായിക്കാനാവും പടം? ഞാൻ വായിക്കാം. ഇസ്മായിൽ എന്നാ വായിച്ചോ. നേതാജി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്നറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകി ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും നെക്സ്റ്റ് ജുവൽ മരിയ.
അതിന്റെ ബാക്കി വായിച്ചേ. പക്ഷെ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ഇവിടെ അച്ഛനമ്മമാർന്ന് വരെ വായിച്ചുള്ളൂ. ഇന്ത്യയിലും ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1910 SCS പരീക്ഷ പാസ് ആയി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷെ അവരുടെ അടിമയെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തിന്റെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ഓക്കെ, നെക്സ്റ്റ് അൻഷി രതീഷ്. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി. അവിടെ നിന്നു രക്ഷപ്പെട്ട അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിനാളുകൾ ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് നാഫി. കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, മുഹമ്മദ് റാസി വായിച്ചേ. അൻഷി വായിച്ചേ, ബാക്കിയായിട്ട് വായിച്ചേ. റാഷി, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ റാസി. ഓക്കെ, വായിച്ചോ. വായിക്കൂ കുട്ടി. റാസിക്ക് വായിക്കാൻ അറിയില്ലേ? എന്തെങ്കിലും ഒന്ന് പറ മോനെ. കേൾക്കുന്നില്ലേ? വായിക്കാൻ അറിയില്ല? ഒന്ന് വായിച്ചു നോക്കിയേ, നോക്കട്ടെ. മിസ് കൂടും. വായിക്കു വേഗം. ഓക്കെ, ഹിബ ഫാത്തിമ. സുഹൃത്തുക്കളെ, അവിടുന്ന് മോനെ വായിക്ക്. ഹിബ, പ്ലീസ് അൺമ്യൂട്ട്. ഹിബ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതെ ഒന്നുമില്ല. അൺമ്യൂട്ട് ചെയ്തേ. കുറെ പേര് വായിക്കാറേ ഇല്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറയുമ്പോ അൺമ്യൂട്ട് ചെയ്യില്ല. എന്തേ ഹിബ അൺമ്യൂട്ട് ചെയ്യത്തെ? ഹിബ, ക്യാൻ യു ഹിയർ മീ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ മക്കളെ? എന്താ ഹിബക്ക് കേൾക്കാത്തെ? ഓക്കെ, എറിക് അഗസ്റ്റിൻ. കേൾക്കാനിട്ടൊന്നല്ല. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ അവിടെയല്ല. എവിടെയാണ് ഇപ്പൊ വായിച്ചു നിർത്തിയത് അൻഷി? നിങ്ങളെ വായിപ്പിക്കുന്ന എന്തിനാ? നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ വായിക്കുമ്പോ? എവിടെയാണ് ഇപ്പൊ അൻഷി വായിച്ചു നിർത്തിയത്? അതിനുശേഷമാണ് വായിക്കേണ്ടത്. ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെയല്ലേ വായിച്ചത്? എറിക്കേ വായിച്ചേ. എവിടെയാണ് ഇപ്പൊ നിർത്തിയത്?
കൂട്ടുകാരെ വരെ അവിടെ എവിടെയാ സുഹൃത്തുക്കളെ എന്നല്ലേ ഇനി വായിക്കേണ്ടത്? സുഹൃത്തുക്കളെ അസംബ്ലി കഴിയുമ്പോൾ കണ്ടോ? സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? ജയ് ഹിന്ദ്. ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയ്ക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിക്കു പകരം വെക്കാവുന്ന മറ്റൊരാളില്ല. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. ഓക്കെ, അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. ഇനി ആർക്കൊക്കെയാ? അനീഹ വായിക്കാനുണ്ട്, ആൻസൺ കൈവെക്കുന്നുണ്ട്, അനീറ്റ കൈവെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സമയമുണ്ട് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചോ. അനീഹ മോഹൻ തുടങ്ങിക്കോ. അമ്മന്നെയും കൈവെക്കുന്നുണ്ട്. നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനാരോ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അതാരാണെന്നറിയേണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷെ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്നു വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാനബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ
രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഓക്കെ മോനെ. നെക്സ്റ്റ് ഡൊമിനിക് ബിജു. ജയിലിൽ നിന്നും പുറത്തിറങ്ങി വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി അവിടെ നിന്നും രക്ഷപ്പെട്ട